പീരീഡ്സിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള വയറുവേദനയും രക്തസ്രാവവും അതുപോലെ തന്നെ ഹോർമോൺ തകരാറുകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിക്കുകയുണ്ടായി. ഒപ്പം നമുക്ക് ഇതിന്റെ ഒപ്പം നമുക്ക് പരിഹാര മാർഗങ്ങളും കൂടെ അറിയണം അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുക, പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ചില പെൺകുട്ടികൾക്ക് പീരീഡ്സ് അടുക്കുന്നതോടൊപ്പം തന്നെ നെഞ്ചിൽ ബുദ്ധിമുട്ട്, നെഞ്ചിൽ വേദന പറയാ കുട്ടികള്, അതിനോടൊപ്പം തന്നെ വയറുവേദന പറയാ. ഇത്തരം പ്രശ്നങ്ങളൊന്നും മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് പീരീഡ്സിനോടനുബന്ധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടാണോ അതോ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണോ എന്നൊന്നും അവർക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ ഇവർക്കൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ആദ്യം തന്നെ അറിയേണ്ടത് നമുക്ക് ഭക്ഷണശീലങ്ങളെ കുറിച്ചാണ്. കുട്ടികൾ എന്റെ അടുത്തേക്ക് വരുമ്പോൾ, ഞാൻ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചറിയുന്ന ഒരു കാര്യം ഭക്ഷണശീലങ്ങളെ കുറിച്ചാണ്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളോടും ഫ്രൈഡ് ഐറ്റംസിനോടും പാക്കേജ്ഡ് ഫുഡ്സിനോടും അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുക. പിന്നെ ഒരു വിഭാഗം കുട്ടികളാണ് അച്ചാറിനോട് പ്രിയമുള്ള കുട്ടികളുണ്ട്. ദിവസവും അച്ചാർ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ, പുളി, എരിവ്, ഉപ്പ് ഇതിനോടൊക്കെ കൂടുതൽ പ്രിയമുള്ള കുട്ടികളുമുണ്ട്. അപ്പൊ അത്തരം ശീലമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു ശീലത്തെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ മരുന്നിനും അതിന്റേതായിട്ടുള്ള എഫക്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ ആദ്യം ഭക്ഷണശീലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇനി ആയുർവേദത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്, നമുക്ക് എന്തൊക്കെ അൺഎഫക്റ്റീവ് ആയിട്ടുള്ള, സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം.